ഡേ രാവിലെ തന്നെ താജ്മഹൽ കാണാൻ ഇറങ്ങിയടേ. ആ താജ്മഹലിൻ്റെ എൻട്രി ഗേറ്റിന് മെയിൻ എൻട്രി ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് താജ്മഹൽ മെട്രോ സ്റ്റേഷൻ. അത് ഇന്ന് ഇനാഗ്രേഷനാണ്. ഇവിടുത്തെ മിനിസ്റ്റർ വന്നിട്ട് ഇന്ന് ഇനാഗ്രേഷൻ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് എൻട്രി ഗേറ്റ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വന്നേ. ഇതാ ഇവിടെ താജ്മഹലിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടല് വായിച്ച് നോക്കിയോ. ഇതാണ് നമ്മുടെ ഈ റീൽസിലൊക്കെ കാണുമല്ലോ ഇവിടെ മെയിൻ എൻട്രി ഗേറ്റ്. ഇത് തന്നെ 1.5 അടി പൊക്കമുണ്ട്. എൻ്റെ പൊന്നോ, ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം നേരിട്ട് താജ്മഹൽ കാണാൻ പോകുന്നത്. ഇതാ ഈ ഇതിനകത്തൂടി കാണാം. എൻ്റെ അളിയ ഫസ്റ്റ് ഇതാണ് കാണുന്നത് എൻ്റെ ലൈഫിൽ. ഇതിന് പുറത്തുള്ള കവാടമാണ്. ഇത് തന്നെ ഒരു വല്ലാത്ത പൊക്കമുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ അവിടെ നമ്മുടെ വ്ളോഗിലൊക്കെ കാണുമല്ലോ. നടന്നു പോയിട്ട് മറ്റേ വെളിച്ചം അവർ പെട്ടെന്ന് ആ വെട്ടം മാറിയിട്ട് മറ്റത് പ്രത്യക്ഷമായിട്ട് വരും എന്നൊക്കെ പറയുമല്ലോ. ആ സംഭവം ഇതാണ്. നോക്കിയോ ആ വെളിച്ചം മാറിയിട്ട് താജ്മഹൽ ഫ്രണ്ടിൽ പെട്ടെന്ന് ഇങ്ങനെ മിന്നി. വാ ചളിയാ പൊളി. അറ്റ് ദ ഫ്രണ്ട് ഓഫ് താജ്മഹൽ അങ്ങനത്തെ ഒരാഗ്രഹം നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലൊക്കെ ഉള്ള ഒരു സാധനം. അത് നേരിട്ട് കണ്ടപ്പോൾ വീഡിയോ എടുക്കാനും തോന്നില്ല, നോക്കിക്കൊണ്ട് നിൽക്കാൻ തന്നെ തോന്നുന്നുണ്ട്. അത്രയ്ക്ക് ഭംഗി. നമ്മൾ ഒരിക്കലെങ്കിലും ഒന്ന് കാണണോടെ. ഇത് കിട്ടില്ല സെറ്റായിട്ട് ചെയ്തു വെച്ചിരിക്കും. ഏകദേശം 380 വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാർ അതിശയിപ്പിച്ചുകൊണ്ടിരുന്ന താജ്മഹൽ അതിന്നും ഒരു അതിശയമായിട്ട് തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇന്നും ഒരുപാട് ഫോറിനേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ ഒരുപാട് ഫോറിനേഴ്സും ടൂറിസ്റ്റേഴ്സും നല്ല തിരക്കും. സമയം ഒരു 8 മണി ആയതേ ഉള്ളൂ. പക്ഷേ നല്ല തിരക്കും ആൾക്കാരും ഒക്കെയാണ്. അന്നത്തെ കാലത്ത് അന്നത്തെ എക്യുപ്മെൻറ്റ്സ് വെച്ച് അന്നത്തെ അന്നത്തെ മെറ്റീരിയൽസ് വെച്ച് ഇങ്ങനൊരു നിർമ്മിതി അത് വേൾഡ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടി ഇന്നും ലോകാത്ഭുതമായിട്ട് തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്കും ഇതായിരിക്കുകയാണ്. ഞാനിത് ഇങ്ങനെ തന്നെ ഇരുന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കേണ്ടത്. അന്നത്തെ കാലത്ത് അന്നത്തെ എക്യുപ്മെൻറ്റ്സ് വെച്ച് അന്നത്തെ പണിക്കാരെ വെച്ച് ഇങ്ങനെ ഒരു കെട്ടിടം പണിയണമെങ്കിൽ അങ്ങേരുടെ ഷാജഹാൻ ചക്രവർത്തിയുടെ ആ മുംതാസുമായിട്ടുള്ള ഡീപ്പ് ലവ് എത്രത്തോളം ആയിരിക്കും. ഒരിക്കലും ഒന്ന് കാണണോടെ. വീണ്ടും ഒരിക്കൽ കൂടെ വരണോടെ. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരിക്കൽ വരണോടെ. അവളെയും കൊണ്ട് കാണിച്ചു കൊടുക്കണം ഷാജഹാനും മുംതാസും തമ്മിലുള്ള ഡീപ്പ് ലവ് എന്തിനാണെന്ന്. എൻ്റെ ഇതുവരെ ഇല്ലാത്ത കാമുകി, എൻ്റെ ഫ്യൂച്ചർ വൈഫ്, നീ ഇത് എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വരുവോടെ. അത്രയേ ഉള്ളൂ. പിന്നെ അല്ല. ഇതാണ്ട് താജ്മഹലിൻ്റെ കവാടം. ഇത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പം ഇതാണ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള ഈ ഒരു ഇത്. ഇവിടെ സെൻറ്ററിലൊരു ചതുരത്തിലൊരു സാധനം കെട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നിട്ടാണ് ആൾക്കാർ കൂടുതലായിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം വലിപ്പം തോന്നുന്നുണ്ട്. ഇതിനകത്ത് കയറി കാണണം. 200 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് വരുന്നത്. ടിക്കറ്റ് എടുത്ത് 200 രൂപയാണ് പെർ പേഴ്സൺ. നമ്മൾ ഇതുവരെ വന്നിട്ട് അകത്ത് കയറി കാണാതെ പോകണ മോശമല്ലേ. അപ്പോൾ നമ്മൾ 2 പേര് ടിക്കറ്റ് എടുത്ത് കേട്ടോ. അകത്ത് ചെന്ന് കണ്ടിട്ട് വരാം. പണ്ടൊക്കെ ഇവിടെ ഇവിടെ ഇതൊക്കെ മരങ്ങളായിരുന്നു. വലിയ വലിയ മരങ്ങളായിരുന്നു. പിന്നീടാണ് ഇതൊക്കെ വെട്ടി ഒതുക്കി ഷേപ്പ് ചെയ്ത് നല്ല ഭംഗിയാക്കിയത്. ആക്ച്വലി ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് നമ്മുടെ താജ്മഹലിന് ഭംഗി കൂടിയത്. നമ്മളിതാ താജ്മഹലിൻ്റെ തൊട്ട് ഫ്രണ്ടിലെത്തി. ഭയങ്കര ഹൈറ്റഡാ ഇത്. വിചാരിക്കുന്ന കണക്കൊന്നുമല്ല. നല്ല ഹൈറ്റുണ്ട്. അപ്പോൾ നമ്മൾ അകത്ത് ആൾക്കാർ പോകണ കണ്ട. അവിടെയാണ് അകത്ത് ചെന്ന് കാണാനുള്ള. ഫ്രണ്ടിലെത്തിയുടെ താജ്മഹലിൻ്റെ ഫ്രണ്ടിലെത്തി അകത്ത് കയറാൻ വേണ്ടി. ഇതാണ് പുറത്തുള്ള വ്യൂ. ആക്ച്വലി ഈ ഗാർഡനാണ് നമ്മൾ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഈ താജ്മഹലിനെ ഭംഗിയായിട്ട് കാണിക്കുന്നത്. അപ്പം അതാണ് എൻട്രി വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ട് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അകത്ത് ചെന്ന് കണ്ടിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതാ അകത്തോട്ട് പോകാൻ പോകണം. അപ്പം കാലൊക്കെ കവർ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇതാ അകത്തോട്ടുള്ള എൻട്രിയാണ്. ആദ്യമായിട്ട് ഇതാ താജ്മഹലിനെ ഞാൻ ടച്ച് ചെയ്യാണ്. അകത്തോട്ടുള്ള എൻട്രിയാണ് കേട്ടോ. അകത്ത് ക്യാമറ പ്രൊഹിബിറ്റഡ് ആണ്. ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടേ. ഫോട്ടോഗ്രാഫി ഈസ് പ്രൊഹിബിറ്റഡ് ഇൻസൈഡ് ദ മെയിൻ മൊസോളിയോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ചില കിഴങ്ങുകൾ അതിനകത്ത് ഫോണും കൊണ്ട് കയറി പോകണം. നമ്മൾ ഇതുവരെ ഉള്ളൂ കാഴ്ച. അകത്ത് ചെന്ന് കണ്ടിട്ട് വരാം. നമ്മളിതിൻ്റെ അകത്ത് കയറി കണ്ടടേ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ശവകുടീരം. നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് ഇതിനകത്ത് കയറാതെ പോകുന്നത് മണ്ടത്തരമാണ്.
അകത്ത് കയറി കണ്ട് അകത്ത് ഫുള്ള് ഡിസൈനറേ, ഫുള്ള് മാർബിളാണ്, ഫുള്ള് മാർബിളിൽ കൊത്തി പല തരത്തിലുള്ള ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ ഉള്ളിൽ നല്ലൊരു സമാധാന അന്തരീക്ഷമാണ്, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ്. അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നുന്നു കുറേ നേരം. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ പാടില്ല, അവർ പറയുമ്പോൾ നമ്മളത് പാലിക്കണം. ഇനി ഇതിൻ്റെ നേരെ പുറകിലാണ് വന്ന് ഇറങ്ങുന്നത് എക്സിറ്റ്. ഇവിടെ എന്ന് പറയുന്നത് യമുന റിവറാണ്, കാണിച്ചു തരാം. ഇതാണ് യമുന റിവറിൻ്റെ അരികിലാണ് ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ഈ ലോകാത്ഭുത സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ. അകത്ത് ഒരു പീസ് മൈൻഡേ, അത് കാണണം. അകത്ത് പോയി കഴിഞ്ഞാൽ ഫുള്ള് ശാന്തവും, അത് നമ്മൾ കണ്ടറിയണ്ടതാണ്. നമ്മൾ എത്ര ദൂരം വന്നിട്ട് ഇതിനകത്ത് ചെന്ന് കാണാതെ പോണത് കാണാൻ പാടില്ല, കണ്ടിട്ട് പോകണം. ഇത്രയും ദൂരം നമ്മൾ വന്നതല്ലേ, അപ്പോൾ ഇതിൻ്റെ ഭംഗി മാത്രം കണ്ടാൽ പോരല്ലോ, അകത്ത് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടേ പോവാവും. അപ്പോൾ കണ്ട് ഫുള്ള് ഓരോ ഫുള്ള് മാർബിളാണ്. അതിൽ മാർബിളിൽ പല ഡിസൈന് ഫുള്ള് കവർ ചെയ്തിരിക്കുന്ന കവാടമായാലും അവരുടെ ശവകുടീരമായാലും എല്ലാം മോഡലിൽ ചെത്തി ഇതിലായിട്ട് സെറ്റ്, നല്ല ആർക്കിടെക്ചർ വർക്ക്. ആ കാലത്ത് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തത് ഇവർ? എന്തായാലും നിങ്ങൾ വരികയാണെങ്കിൽ അകത്ത് ചെന്ന് കാണാതെ ഒരിക്കലും പോവല്, മിസ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഇരിക്കാം. വാ, ഇരുന്നിട്ട് താജ്മഹലിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കാം. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറയണ കണക്ക് നമുക്കിതിൻ്റെ മൂട്ടി കിടക്കുമ്പോൾ നമുക്കിതിൻ്റെ വില മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യക്കാരുടെ എന്ന പേരിൽ നിങ്ങൾക്ക് ഒരു ആദരവ് കിട്ടുന്നുണ്ടെങ്കിൽ അതിലൊന്ന് ഈ താജ്മഹൽ. ഇത് അവിടെ പോയ ഒരാൾക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യം. അവിടെ ജീവിക്കും. ലോകാത്ഭുതങ്ങൾ എന്ന് പറഞ്ഞൊരു 5 എണ്ണം പറഞ്ഞിട്ട് 6ാമത്തെ താജ്മഹൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടെ കയറി പോകുന്ന ഒരു വികാരം ഉണ്ടല്ലോ. നമ്മളിവിടെ എത്തിയപ്പോഴേ ഒരു മലയാളി ചേട്ടനെയും ഒരു മലയാളി ചേച്ചിയും കണ്ടെത്തിയടേ. അത് വീഡിയോഗ്രാഫറാണ്. അതാ നമ്മൾ വീഡിയോ എടുത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. പൊളിയായിട്ടാണ് ഇങ്ങനെ നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള മനുഷ്യനാണ്. താജ്മഹലിന്റെ വീഡിയോ ഫുള്ള് ഇവൻ എടുത്ത് തീർക്കും കേട്ടോ. നിങ്ങളൊക്കെ വരുമ്പോൾ വീഡിയോ എടുക്കാൻ കിട്ടൂല. ഇവ ഭയങ്കര എടുപ്പാണ്, കറങ്ങി വീഡിയോ എടുപ്പ് നോക്കിട്ട്. നമ്മളിവിടെ വന്നപ്പോൾ ഇവനെ പിടിച്ച് ക്യാമറമാൻ ആക്കിയിട എല്ലാവരും നോക്കുക. ഭയങ്കര ക്യാമറമാനാ. ഷാജഹാന്റെ മുംതാസിന്റെയും പ്രണയ പ്രതീകം കണ്ട്, ലോകാത്ഭുതം കണ്ടിട്ട് താജ്മഹൽ രാവിലെ 8:30 എത്തിയിടേ. ഇപ്പം 12 ആവാൻ പോകും. കണ്ടിട്ട് കൊതി തീരുന്നില്ല. കണ്ടിട്ട് ഇവിടെ നിന്ന് യാത്രയാവുകയാണ്. താജ്മഹലിൽ കണ്ടിട്ട് പോവുകയാണ്.